ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദിലു മെഹ്നാസ് GB സീരീസ്. ഇന്ന് ഞാൻ വന്നത് കല്യാണ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഐസ്ക്രീം ചേർക്കാത്ത ഐസ്ക്രീം ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 4 കപ്പ് പാലെടുത്തിന്, എന്നിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിന്. പാല് തിളപ്പിക്കണ്ട, ചൂടായാൽ മതി. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലിന് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്താൽ മതി. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ ഹോം മെയ്ഡ് കസ്റ്റാർഡ് പൗഡർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിന്, അത് നോക്കി ഉണ്ടാക്കിയാൽ മതി. ഇനി കസ്റ്റാർഡ് പൗഡറിൽ കുറച്ച് പാലൊഴിച്ച് അതിനെ കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിനെ നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, ബാക്കി പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ, പഞ്ചസാര മാത്രം ചേർത്താൽ മതി. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി ചെറുതായൊന്ന് കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് തണുക്കാനായിട്ട് വെക്കാം. റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടടിക്കാം. അങ്ങനെ ഇതാ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മളെ കയ്യിലുള്ള ഫ്രൂട്ട്സും കസ്കസൊക്കെ ചേർത്ത് കൊടുക്കുക. ഫ്രൂട്ട്സ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഞാനിവിടെ ക്യാരറ്റും ആപ്പിളാണ് ഗ്രേറ്റ് ചെയ്തത്, അത് ഇട്ട് കൊടുക്കുക. കസ്കസ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിന്. നല്ല ടേസ്റ്റായിട്ടോ. ഈ ചൂടിലും നോമ്പിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ജ്യൂസ് തന്നെയാണിത്. എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക് യു, ബൈ ബൈ.